ഹലോ, CMF ഫോൺ 1 ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങളാണ്. നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ CMFന്റെ സൈഡിൽ നിന്ന് പുതിയൊരു ഫോൺ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലരോടും പറഞ്ഞിരുന്നു വെയിറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു നല്ല ഫോൺ വരുന്നുണ്ട്, അത് വന്നതിന് ശേഷം ഫോൺ എടുക്കാം എന്നുള്ളത്. കാരണം അത്രയ്ക്കധികം പ്രതീക്ഷ എനിക്ക് ഈ ഒരു ഫോണിൽ ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നത്തിങ് ഫോൺ 2A ആണ്. കാരണം ഇതിന് തൊട്ട് മുന്നിറങ്ങിയിട്ടുള്ള ഫോണാണ് നത്തിങ് ഫോൺ 2A. അത് ഗംഭീര ഫീലായിരുന്നു മൊത്തത്തിൽ. പെർഫോമൻസ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫോണാണ്. സോ അതിനുശേഷം വരുന്ന ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഇല്ലെങ്കിലും അതിൻ്റെ അടുത്തെങ്കിലും പ്രതീക്ഷിക്കുമല്ലോ. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇത് ഉപയോഗിച്ച് വന്നപ്പോൾ നത്തിങ് ഫോൺ 2A എവിടെയോ കിടക്കുന്നു, CMF ഫോൺ 1 വേറെ എവിടെയോ കിടക്കുന്നു എന്നുള്ളൊരു ഫീലാണ്. അത് എന്തുകൊണ്ടാണെന്നല്ലേ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കാരണം ഞാൻ ഈ ഫോണുകൾ എല്ലാതും തന്നെ ഞാൻ ഈ ഇതിൽ ചെയ്യുന്ന എല്ലാ ഫോണുകളും പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് അതിനുശേഷമാണ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. സോ ഇച്ചിരി കഷ്ടപ്പാടുണ്ട്. പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ അറിയിക്കാം. ഓക്കെ, ഫോണിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ബോക്സിൽ നിന്ന് തുടങ്ങാം. ഇത്തരത്തിലൊരു ബോക്സിലാണ് വരുന്നത്. ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു കേബിൾ വരുന്നുണ്ട്. USB Type C to C ആണ്. നോർമൽ കേബിളാണ് കേട്ടോ, ട്രാൻസ്പെറൻറ്റ് കാര്യങ്ങളൊന്നുമല്ല. ഒരു പേപ്പർ, ഒരു കാറ്റലോഗ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അത് കൂടാതെ ഒരു സിം ഇജക്റ്റിംഗ് പിന്ന് വരുന്നുണ്ട്. ഈ ഒരു പിന്നിൻ്റെ കാര്യത്തിലോട്ട് വന്നുമ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കാര്യത്തിൽ എല്ലാത്തിലും സ്ക്രൂ ഡ്രൈവർ ടൈപ്പ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, നോർമൽ ഈ ഒരു ഓറഞ്ച് കളർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ ടൈപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കേസ് അഡീഷണൽ ആയിട്ട് വാങ്ങണം. കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ സാധാരണ ഈ ഒരു CMF കമ്പനി എന്ന് പറയുന്നത് നത്തിങ്ങിനെ അപേക്ഷിച്ചുകൊണ്ട് ഇച്ചിരി കൂടിയും ചീപ്പായിരിക്കും അല്ലെങ്കിൽ വില കുറവായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ ആ ഒരു പ്ലാസ്റ്റിക് കേസിന് 1499 രൂപയാണ് വില വരുന്നത്. ഓക്കെ, അത് പോട്ടെ. ഇപ്പം നിങ്ങളൊരു ഫോൺ എടുക്കുന്ന സമയത്ത്, ഇപ്പം ഈ ഒരു ഫോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുത്തു. ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ എടുത്തു. ഇനി ഇത് 1499 രൂപ കൊടുത്തിട്ട് വേറൊരു കേസ് എപ്പോഴാണ് വാങ്ങേണ്ടി വരിക? ഇത് കംപ്ലൈൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇതിനോട് മടുപ്പ് തോന്നുന്ന സമയത്ത്. സോ അങ്ങനെ ഒരു റീപ്ലേസബിൾ കേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു സ്റ്റൈൽ ഫ്രീക്സ് ഉണ്ടല്ലോ, അവർക്ക് ഒരു പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓരോ ദിവസം ഓരോ കളർ കേസ് ഇട്ടിട്ട് പോകാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളല്ലാതെ ഉണ്ടല്ലോ, അത് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പവർ ബട്ടൺ റൈറ്റ് സൈഡിലാണ്, വോളിയം റോക്കേഴ്സ് ലെഫ്റ്റ് സൈഡിലാണ്, താഴെ സ്പീക്കറുകളിൽ USB Type C ചാർജിങ് പോർട്ട്, സിം ട്രേ വരുന്നുണ്ട്. മുകളിലൊരു മൈക്രോഫോൺ മാത്രമാണ് മുകളിൽ വരുന്നത്. ഇതിൻ്റെ ഈ ഒരു സെൽഫി ക്യാമറയ്ക്ക് ചുറ്റും ഒരു മെറ്റൽ റിങ്ങിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല എന്നുള്ളതാണ്. നല്ലപോലെ കൈ വേദനിക്കുന്നുണ്ട്. ഇതിൻ്റെ എഡ്ജുകളെല്ലാം അത്രയും ഷാർപ്പാണ്. ഈ സ്ക്രൂകൾ ഉണ്ടല്ലോ, അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് കൈ നല്ല പോലെ വേദനിക്കാനായിട്ട് കാരണമാവുന്നുണ്ട്. ഇപ്പം നമ്മൾ റീൽസ് കാണുക, ഷോർട്സ് ഒക്കെ കാണുമ്പോൾ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ കാണുക. അതല്ലെങ്കിൽ നമ്മൾ ചെവിട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഫോണിന് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും പ്രോപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ 197 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. ഓവർ വെയിറ്റ് എന്ന് പറയാനായിട്ടില്ല, പക്ഷെ അതിൻ്റെ ആ ഒരു പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, ആ അലൈൻമെന്റ് അത് പ്രോപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോ ഇൻ ഹാൻഡ് ഫീലും എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് പറയാനായിട്ടുള്ളത്. കാണുമ്പോൾ ഒരു റഗ്ഡ് ലുക്ക്, റഫ് ലുക്കൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലി വരുമ്പോൾ ഒരു യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ്. പിന്നെ ഈ നോബ് ഉണ്ടല്ലോ, അതൊരു സ്ക്രൂ തന്നെയാണ്, അതല്ലാതെ അത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ഒന്നും ചെയ്യില്ല. പിന്നെ ഈ ഒരു ക്യാമറ കട്ടൗട്ട്, ഇതൊരു മെറ്റൽ പീസാണ്. സോ അതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി കാണാനുള്ള ഭംഗിക്ക് അപ്പുറം കയ്യിൽ പിടിച്ചപ്പോൾ ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആദ്യം തന്നെ കാണുക ചക്ക പോലത്തെ ബെസലുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബോട്ടം സൈഡ് നല്ല പോലെ വിസിബിൾ ആണ്. ഇത്രയും വലിയ ബെസൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചീപ്പ് ഫീൽ ഈ ഒരു ഫോൺ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ വരുന്നത് നോർമൽ സൈസിലുള്ള ഡിസ്പ്ലേ ആണ്. അതായത് 6.67 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്നുണ്ട്. എന്നിട്ടും നമുക്ക് ഇത്രയും ഹെവി ആയിട്ട് ഫോൺ തോന്നുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം ഈ ഒരു വലിയ ബെസൽസ് തന്നെയാണ്. സോ അതൊന്ന് കുറയ്ക്കാമായിരുന്നു, ഒരു പൊടിക്ക് കുറയ്ക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ടെന്നുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്ത് പറയേണ്ട ഒരു മേന്മ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റാണ്. കാരണം സാധാരണ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാറ്. നമുക്കവിടെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് വിസിബിലിറ്റി. അതായത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ അങ്ങ് മങ്ങിപ്പോവും. ഒരു 80% വിസിബിലിറ്റി കുറയുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ ഓൺ ആക്കിയാലും, യൂട്യൂബാണ് മറ്റേത് കണ്ടന്റ് കാണുന്ന സമയത്തും ഡിസ്പ്ലേ ഇരുണ്ടിരിക്കുന്ന ഒരവസ്ഥ വെയിലിൻ്റെ അടിയിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻഡോറിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്നാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നവും വരില്ല. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ 700 നിറ്റ്സ് മാത്രമാണ് ഡിസ്പ്ലേ ബ്രൈറ്റൻ ആവുന്നത്. സോ അത്
ഭയങ്കര മോശമായി പോയി. ഒരു 1000 നിറ്റ്സ്, അറ്റ്ലീസ്റ്റ് ഒരു 900 നിറ്റ്സ് ബ്രൈറ്റ്നസ് എങ്കിലും കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഇനി യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റ് OTT പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നമുക്ക് 4K കണ്ടന്റുകൾ കാണാനുള്ള ഒരു സപ്പോർട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് HDR കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊടുമ്പോഴുള്ള ഒരു റെസ്പോൺസ് കാര്യങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഓഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെയും വലിയൊരു പരാതി പറയാനായിട്ടുണ്ട്. കാരണം നമുക്കിവിടെ മോണോ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ വേണ്ടതാണ്. സൗണ്ട് ഭയങ്കര ലൗഡാണ്, ഒരു ക്വാളിറ്റി ഇല്ല, നല്ല ലൗഡാണ്, എവിടെ നിന്നാലും കേൾക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ പോക്കറ്റിലാണ് ഫോൺ കെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ സ്പീക്കർ അടഞ്ഞു കഴിയും, പെട്ടെന്ന് അടയും. കാരണം താഴെ മാത്രമേ സ്പീക്കറുള്ളൂ. റിങ് അടിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുണ്ടെങ്കിലും പലപ്പോഴും കേൾക്കാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. ജസ്റ്റ് ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് സ്പീക്കർ ഞാൻ അടയ്ക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു വിരലുകൊണ്ട് കണ്ടോ സൗണ്ട് പോയി. അതേ അവസ്ഥയാണ് ഇതിൻ്റെ ഓഡിയോയിൽ പറയാനുള്ളത്. ജസ്റ്റ് വെറുതെ ഒന്ന് വെച്ചാൽ മതി. കണ്ടോ സൗണ്ട് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. സോ ഓഡിയോയുടെ സൈഡിൽ വൻ തോൽവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ കണ്ടന്റ് കാണുന്ന സമയത്തും ഈ താഴ്ഭാഗത്തു നിന്ന് മാത്രം സൗണ്ട് വരുന്നത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ അതിനെ മാറ്റി നിർത്തി പകരം 3.5mm ഓഡിയോ ജാക്ക് അവർക്ക് കൊടുക്കായിരുന്നു. കാരണം മോണോ സ്പീക്കർ ആണല്ലോ കൊടുത്തിട്ടുള്ളത്. സോ ആ ഒരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടില്ല. സോ ഓഡിയോ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒട്ടും കൊള്ളില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ബാറ്ററിയുടെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ബാറ്ററി കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് നമുക്ക് അഡാപ്റ്റർ ബോക്സിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഐപാഡിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള 20 വാട്ടിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ചാർജ് ചെയ്തത്. 0 to 100 ആവാനായിട്ട് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് ആ ഒരു ടൈമിനുള്ളിൽ ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം 7 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈമും കിട്ടുന്നുണ്ട്. സോ ബാറ്ററിയുടെ സൈഡിൽ ചാർജർ ഇതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒഴികെ വേറെ നെഗറ്റീവുകളൊന്നും എടുത്ത് പറയാനായിട്ടില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് 5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. സോ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേറെ ഏതെങ്കിലും ഡിവൈസ് ചാർജ് ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ക്വിക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ഓപ്ഷൻ നന്നായിട്ടുണ്ട്. അങ്ങനെ ഒരു മേന്മ ഇതിന്റെ ബാറ്ററിയുടെ സൈഡിൽ വരുന്നുണ്ട്. മീഡിയാടെക് ഡിമെൻസിറ്റി 7300 എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റാണ് ഇതിനെ പവറപ്പ് ചെയ്യുന്നത്. ഒരുപാട് കോൺട്രവേഴ്സി ആ ഒരു 7300 എന്ന് പറയുന്ന ആ ഒരു പേരിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. കാരണം 7300 7200 താഴെയാണോ മുകളിലാണോ എന്നുള്ളതാണ്. എന്തായാലും പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ 7200 താഴെയാണ് വരുന്നത്. എനിവേ ഈ ഒരു ഫോണിൽ ആ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം നമ്മളുടെ ഡേ ടു ഡേ ലൈഫ് ആണെങ്കിലും ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഇപ്പോൾ BGMI കളിച്ച് നോക്കി, ആസ്ഫാൾട്ട് ലെജൻഡ് കളിച്ച് നോക്കി, അതുപോലെ കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിച്ച് നോക്കി, ചെറിയ രീതിക്ക് അവിടെ ഇവിടെ ഒക്കെ ചെറിയ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട് എന്നുള്ളത് ഒഴിവാക്കിയാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അവിടെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഹീറ്റ് ആവുന്നുണ്ട്, ഒരു 1.5-3 മണിക്കൂറൊക്കെ കളിക്കുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ കവറോ കാര്യങ്ങളോ ഒന്നും ഇടാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പുറകുവശം നമുക്ക് ഹീറ്റ് ആവുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് അറിയാനായിട്ടും സാധിക്കുന്നുണ്ട്. സോ നമ്മളുടെ നോർമൽ റെഗുലർ യൂസിന് ഒരു തരത്തിലുള്ള പ്രശ്നവും ഈ ഒരു ഫോൺ നമുക്ക് വരുത്തില്ല. അങ്ങനെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ അതാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. നത്തിങ് OS 2.6 എന്ന് പറയുന്ന പുതിയ OS ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻഡേഷനോ ഈവൻ ബ്ലോട്ട്വെയേഴ്സ് പോലും ഇതിൽ കൊടുത്തിട്ടില്ല. നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അത് അത്യാവശ്യം വളരെ സ്പീഡായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സജഷൻ ഉള്ളത് ആസ് യൂഷ്വൽ അതിൻ്റെ പൊസിഷൻ ഒത്തിരി താഴെയായ പോലെ തോന്നി. കുറച്ചും കൂടി മുകളിലായിരുന്നെങ്കിൽ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഫേസ് അൺലോക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ള കണ്ടീഷൻ ആണെങ്കിലും ഒരു ഇച്ചിരി ലൈറ്റ് കുറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലും ഫേസ് നല്ലപോലെ സ്കാൻ ചെയ്യുന്നുണ്ട്, ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസർ ഫോൺ അങ്ങനെ വെക്കുമ്പോഴേക്കും സ്ക്രീൻ ഓഫ് ആവുന്നുണ്ട്. സോ ആ ഏരിയയിലൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇതിൽ കൊടുത്തിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഹെവി ആയിട്ടാണ് തോന്നുന്നത്. ഒരു ടൂണിങ് പ്രോപ്പർ ആയിട്ടില്ല. പണ്ടത്തെ ടൈപ്പ് നോക്കിയ ഫോണിലൊക്കെ വരില്ലേ ഭയങ്കര ഹാർഡായിട്ടുള്ള ആ ഒരു ഫീലാണ് ഇതിന്റെ വൈബ്രേഷന്റെ സൈഡിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. റിയർ സൈഡിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിന്റെ എല്ലാ മേഖലകളും നോക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ക്യാമറ സൈഡാണ് കേട്ടോ. ഇനി നത്തിങ് ആണ്, എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി ഇതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. വീഡിയോ വൈകിയതും അതുകൊണ്ടാണ്. പക്ഷെ ഇതുവരെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനും വന്നിട്ടില്ല. വരും, തീർച്ചയായിട്ടും വരും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഹ്യൂമൻ സബ്ജക്റ്റ് ഉണ്ടല്ലോ,
അത് ഏതാണ്ട് വാട്ടർ പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് മിക്കവാറും എല്ലാ കണ്ടീഷനിലും, ഏത് ലൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്കിൻ ടോൺ എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുമാതിരി വെള്ളാമ്പിച്ച് വൈറ്റ് വാഷ് അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് കിട്ടുന്നത്. ഇനി എന്തെങ്കിലും ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ലൈറ്റ് അതുമലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഓവറായിട്ടുള്ള കളറ് ബ്രൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് നാച്ചുറൽ ടൂണിങ് ആണ് വരുന്നത്. പക്ഷെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ മാത്രം 10 ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6 ഫോട്ടോയും കളയേണ്ടതായിട്ട് വരും. 1, 2, 3, 4 ഫോട്ടോ മാത്രമാണ് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നൈറ്റ് ഫോട്ടോയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ലൈറ്റ് കുറഞ്ഞിട്ടുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രെയിൻസ് കാര്യങ്ങളെല്ലാം കയറി വരുന്നുണ്ട്. HDRന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഒട്ടും കൺസിസ്റ്റന്റ് അല്ല. ചില സമയത്ത് നമുക്ക് നല്ലൊരു ആകാശം കാണാൻ പറ്റുമ്പോൾ ചില സമയത്ത് ഒരുമാതിരി ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു ആകാശം കാണാനായിട്ട് പറ്റുന്നുണ്ട്. പോർട്രേറ്റിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും അതേപോലെ ചില സമയത്ത് സ്റ്റിക്കർ ഒട്ടിച്ച പോലെ വരുന്നുണ്ട്. ചില സമയത്ത് ഒരു 1, 2 ഫോട്ടോയിൽ കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് പോർട്രേറ്റിൽ വരുന്നുണ്ട്. സോ കൺസിസ്റ്റന്റ് അല്ലാത്തൊരു ക്യാമറ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും സെയിം എക്സ്പീരിയൻസ്. നമുക്കിവിടെ 4K ഔട്ട്പുട്ട് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇച്ചിരി എന്താ പറയുക, ഒരു ഇരുണ്ട ഒരവസ്ഥ, ഗ്രെയിൻസ് കയറി വരുന്ന അവസ്ഥ, നോയ്സ് കുത്തി നിറച്ചിട്ടുള്ള ഒരു അവസ്ഥയൊക്കെയാണ് പല സമയത്തും എനിക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, കാരണം അതെല്ലാതും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി CMF നത്തിങ് ഫിക്സ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ക്യാമറയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ജസ്റ്റ് ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ്. സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഒരു കാര്യമില്ല. ഞാൻ റിയർ സൈഡിൽ പറഞ്ഞിട്ടുള്ളത് എന്താണോ അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിന്റെ സെൽഫിയുടെ സൈഡിലും കിട്ടുന്നത്. കളറ്, സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ടും അത് കൺട്രോൾ ചെയ്യാനായിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. CMF ഫോൺ 1ന്റെ സെൽഫി വീഡിയോ ഔട്ട്പുട്ടാണ് കാണുന്നത്. ചില സമയത്ത് ചോന്നിരിക്കുന്നുണ്ട്, ചില സമയത്ത് വെളുത്തിരിക്കുന്നുണ്ട്. ആ ഒരു സ്കിൻ ടോണിൻ്റെ കളർ ടോണിങ് എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ഞാനിത് ഏകദേശം 11-12ാമത്തെ സാമ്പിളാണ് എടുക്കുന്നത്. സോ അതാണ് ഇതിന്റെ ക്യാമറയുടെ പെർഫോമൻസ്. എന്തായാലും ഒരു മാസം കഴിയട്ടെ, നല്ലൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഒരേ സമയം 2 5G സിമ്മുകളും അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാൻ സാധിക്കുന്ന ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ വരുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 വരുന്നുണ്ട്, വൈഫൈ 6ന്റെ സപ്പോർട്ട് വരുന്നുണ്ട്, NFC IR ബ്ലാസ്റ്റർ ഇത് രണ്ടിന്റെയും സപ്പോർട്ട് ഈ ഒരു ഡിവൈസിൽ വരുന്നില്ല. സോ കോൺടാക്ട്ലെസ് പേയ്മെന്റ് അല്ലെങ്കിൽ റിമോട്ടായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന പരിപാടികളൊന്നും ഈ ഒരു ഫോൺ വെച്ചിട്ട് സാധിക്കില്ല. 5Gയിൽ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം സ്റ്റേബിൾ ആണ്. അങ്ങനെ ഓവർ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങൾ, ഡിസ്കണക്ട് ആവുന്ന പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിന്റെ സൈഡിൽ നിന്ന് ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കണക്ടിവിറ്റി സൈഡിൽ വരുന്നത്. 2 റാം വേരിയന്റിലാണ് ഇത് കിട്ടുന്നത്. 6GB റാം 128GB ഇന്റേണൽ മെമ്മറിക്ക് 15,999, 8GB റാം 128GB ഇന്റേണൽ മെമ്മറിക്ക് 17,999. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. ഇനി ബഗ് ഫിക്സ് കാര്യങ്ങളൊക്കെ വന്നാലും ഇതിന്റെ ഈ ഒരു ഓഡിയോ സൈഡ്, ഡിസ്പ്ലേ സൈഡ് ഒന്നും കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇപ്പോഴത്തേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് മോട്ടറോള G85 ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. എപ്പോഴും പറയാറുള്ള പോലെ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ ചോദിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.